വയനാട് പനമരത്തിന് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറി. കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായി. പാതിരി വനമേഖലയിലേക്കാണ് കടുവ കയറിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി ആശങ്കയുടെ മുൾമുനയിലായിരുന്നു ആ നാട്. കുറച്ച് ആശ്വാസം കിട്ടുന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കടുവ കാട് കയറി എന്നതല്ലേ? തീർച്ചയായും വലിയ ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന് ആശ്വാസം, നാട്ടുകാർക്ക് ആശ്വാസം. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ വലിയ അലോസരം സൃഷ്ടിച്ചിരുന്നു കടുവ. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്തായാലും അത് കാട് കയറിയിരിക്കുന്നു. പാതിരി വനമേഖലയിൽ ഇതിന്റെ പഗ്മാർക്കടക്കം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. DFO അജിത് കെ രാമൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എന്താണ് ഒരു സ്ഥിതി? എന്താണ്? നമസ്കാരം. നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ രാവിലെ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ടൈഗറുടെ പഗ് മാർക്സിനെ ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പോൾ അത് പാതിരി റിസർവ് വരെ അതിൻ്റെ പഗ് മാർക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന പഗ് മാർക്ക് ഡേറ്റാണ് വെച്ച് നോക്കുമ്പോൾ അത് കടുവ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. സോ പിന്നെ ഇതോടെ തന്നെ നിർത്താതെ നമ്മൾ ഇനി തുടർന്ന് നമ്മളിവിടെ നൈറ്റ് പാട്രോളിങ്ങും പിന്നെ ഡ്രോൺ സർവൈലൻസും ചെയ്യും. ഒരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് ഇന്നും 1-2 ദിവസങ്ങളിലേക്ക് നമ്മളത് ഒന്ന് മുന്നോട്ട് എടുത്തു പോകും. പക്ഷേ ഇത് തിരികെ എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. സാധ്യതകൾ കുറവാണ്. കാരണം ഇതൊരു സ്ട്രേയിങ് ടൈഗറാണ്. ബ്രീഡിംഗ് സീസണിൽ ഈ പറയുന്ന സ്ട്രേ ചെയ്ത് വന്ന ഒരു ആനിമലാണ്. ഇത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ 112 എന്ന് പറയുന്ന ടൈഗറാണെന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. വണ്ടിക്കടവ് ഭാഗത്താണ് ആദ്യം ഇതിനെ കണ്ടത്. അപ്പോൾ ഇതൊരു യൂഷ്വൽ ബിഹേവിയറാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് തിരിച്ച് കാട്ടിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരണം. ഇത് പാതിരി വനമേഖലയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ തുടർ നിരീക്ഷണത്തിനായിട്ട് നമ്മൾ ക്യാമറ ട്രാപ്പുകളും പാട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പ്രദേശത്തും നമ്മൾ പാട്രോളിംഗ് തുടരുന്നതാണ്. എന്തായാലും വലിയ ആശ്വാസമാണ്. ഈ നാടിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ കടുവ തിരികെ കാട്ടിലേക്ക് തന്നെ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.